ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർ എൻ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 മണി 5:30 ആയിട്ടോ. അപ്പോൾ നമുക്ക് കറവയൊക്കെ കഴിയുമ്പോൾ ഒരു പ്രത്യേകത വിശപ്പാട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അല്ലെങ്കിൽ ഒരു നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കണ പോലത്തെ ഒരു ഫീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊരു അധ്വാനം ഉണ്ടല്ലോ നമ്മൾ കറവയ്ക്ക്, അതുകൊണ്ടായിരിക്കും കറവ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് വിശക്കാറുണ്ട്. അപ്പം ഞാൻ ചിലപ്പോൾ ചോറാണ് എടുത്ത് കഴിക്കണം. ചോറ് കഴിച്ച് ഈ കോലമായി. ഇനിയിപ്പോൾ ചോറ് കൊള്ളൂല്ല, ചോറ് അധികം കഴിച്ച് കഴിഞ്ഞാൽ വണ്ണം വെക്കും എന്നൊക്കെ പറയണോണ്ട് തന്നെ ഇനിയിപ്പോൾ ചോറ് കുറയ്ക്കണമല്ലോ, ഒരു നേരം ആക്കി ചോറ്. അപ്പോൾ ഇപ്പോൾ എന്ത് കഴിക്കും? അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ടോ. കുറേ ദിവസങ്ങളായിട്ട് കുട്ടികൾക്ക് നല്ല ഭക്ഷണമൊന്നും മര്യാദയ്ക്ക് റെഡിയാക്കണുണ്ടായില്ല. ചെറിയ ഏതെങ്കിലും പച്ചക്കറികളോ ഒരു തോരനെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണുണ്ടായുള്ളൂ. പപ്പടമൊക്കെ ഓർത്ത് മുട്ടയൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ കൊടുക്കണുണ്ടായുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടികൾക്ക് ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഇന്നിപ്പോൾ ചോറ് വെച്ചിട്ടില്ല. എനിക്ക് ബിരിയാണി ഞാൻ ഒരു നേരം കഴിച്ചു, പക്ഷേ ഇന്നിപ്പോൾ കഴിക്കണില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഉണ്ടാക്കിയേക്കണത് ഒരു കുറുക്കാണ് കേട്ടോ, പുല്ല് കുറുക്കാണ് ഉണ്ടാക്കിയേക്കണേ. പുല്ല് കുറുക്കാൻ എടുത്തേക്കണത് ഈ ശരിക്കും നമ്മൾ പൊടി വാങ്ങിച്ചിട്ടല്ല കേട്ടോ, ഇത് തന്നെ ഇതാണല്ലോ പുല്ലെന്ന് നമ്മൾ പറയണ റാഗിയുടെ ആ ഒരു സീഡ്, അത് വെള്ളത്തിലിട്ട് പൊടിച്ചിട്ടാണ് കുറുക്ക ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കാണിച്ചു തരാം കുറുക്ക ഉണ്ടാക്കിയണത്. എല്ലാവർക്കും അറിയാമല്ലോ, അതിന് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി വെച്ചാൽ കാണിച്ചു തരാം. ഇതിനൊരു കുഴപ്പമുണ്ട്, ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം തീരണം അറിയില്ല, അല്ലേ വാവേ? അപ്പോൾ ഞാൻ ഇത്തിരി പാലെടുത്തുള്ളൂ കേട്ടോ. അതിനകത്ത് ഞാനിങ്ങനെ കുറുക്ക ഉണ്ടാക്കി വെച്ചേക്കണതാണ്. കുറച്ച് വെള്ളം പോലെ ആയിരുന്നു എടുക്കണ്ടേ, കുറച്ച് കട്ടി കൂടിപ്പോയി. പൊടിച്ച് ഉണ്ടാക്കണേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ വെള്ളത്തിലിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ. ഞാനിത് ദേശീയണ്ണ എനിക്കും എടുത്താണ് കേട്ടോ. ബാക്കി പിള്ളേർ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ബിരിയാണി ഉള്ളതുകൊണ്ട് തന്നെ അതൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കിയില്ല. ഒരാൾ തുണിയൊക്കെ മടക്കി വെച്ച് സഹായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വൈകുന്നേരം സമയങ്ങളിൽ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട്. പിന്നെ ചില സമയങ്ങളിൽ സൺഡേ പ്രത്യേകിച്ച് ഒരു മൂകത ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്തോ ഒരു ടെൻഷനാണ് ഉള്ളിൽ, അല്ലേ? ടെൻഷൻ ഉണ്ടാവില്ല അങ്ങനെ. ചെറിയ പ്രായത്തിലൊക്കെ ഞാനൊക്കെ ശരിക്കും ചെറുതെ കരയുമായിരുന്നു. പഠിക്കാൻ പോണത് അത് ശരിയായിരിക്കും, പഠിക്കാൻ പോണത് അതൊരു വിഷയമാണ്. അയ്യോ, ഞായറാഴ്ച ദിവസം എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊക്കെ കരയുമായിരുന്നു. വെറുതെ ദേവ ഇങ്ങനെ പോയത് തിന്നണോക്കി എനിക്ക് കിട്ടിയില്ല. അവൻ അതാണ് ചിന്തിച്ചേട്ടാ, കുട്ടിയുടെ ആശാനായിട്ടാ നമ്മുടെ കുഞ്ഞപ്പൻ. അങ്ങനെ അതുകൊണ്ട് ഈ ഞായറാഴ്ചകളിൽ എനിക്ക് അത്ര സന്തോഷം ദിവസമില്ല, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. ഭയങ്കര നെഞ്ചിടിപ്പും വിഷമവും സങ്കടമൊക്കെ, എന്താണെന്ന് അറിയില്ലാത്ത വിഷമം എനിക്ക് അങ്ങനെ മനസ്സിലാവും. ഞായറാഴ്ച ദിവസം അങ്ങനെയാണ് പൊതുവെ. നാളെ സ്കൂളിൽ പോകണ്ട, നാളെ BJP-യുടെ മറ്റേ എന്തോ എന്തൊക്കെ BJP-യുടെ എന്തോ വർക്ക് സ്റ്റീഫൻ ചേട്ടൻ പറഞ്ഞ. അങ്ങനെ വൈകുന്നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. സ്കൂൾ തുറക്കുകയാണ്. കുഞ്ചപ്പന് വാവയ്ക്കും നാളെ ഉണ്ട് തുറന്ന 9-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നേ തൊട്ട് തലേദിവസം കേട്ടോ ഞങ്ങൾ പർച്ചേസിങ്ങിന് പോണേ. സ്കൂളിലെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. കണ്ണമ്മോനും പാറുവിനും മാത്രമേ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. ബാഗൊക്കെ നമ്മൾ 2 വർഷം വീതം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വാവയ്ക്കും ഈ പ്രാവശ്യം വാവയ്ക്കും കുഞ്ചപ്പനോ കണ്ണപ്പനോ ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രമേ ബാഗ് വാങ്ങിക്കുന്നുള്ളൂ. പാറുവിൻ്റെ ബാഗ് ഒരു വള്ളി പൊട്ടിയിട്ടോ, അത് നന്നാക്കാനായിട്ട് മൊത്തം കീറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹാൻഡ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൈഡ് ബാഗ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കും നോക്കുന്നുണ്ട്. അപ്പോൾ ബാഗ് പിന്നെ ഒരെണ്ണം രജിസ്റ്റേഡിന് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേരത്തെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ചേട്ടായിമാരിൽ ഒരാൾക്ക് കൊടുത്തു. അങ്ങനെ ഈ പ്രാവശ്യം ബാഗ് അങ്ങനെ 2 ബാഗ്, സ്കൂൾ ബാഗും ഒരു സൈഡ് ബാഗ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പോൾ സ്കൂൾ ഐറ്റംസ്, പേന, പെൻസില്, അങ്ങനെ ബുക്ക്, റഫ് ബുക്ക് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ അവിടെ ഒത്തിരി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടികൾക്ക് കാണുമ്പോൾ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മുടെ മക്കൾ എന്ന് പറയണത് അങ്ങനെ എല്ലാം ഒന്നും ആവശ്യപ്പെടാറില്ല. ഇങ്ങനെ ചോദിച്ചാലും വേണോ എന്ന് ചോദിച്ചാൽ പിന്നെ അത് വേണ്ടാന്നാ പറയുള്ളൂ. അതുകൊണ്ട്
നമുക്കങ്ങനെ വാശി പിടിക്കുന്ന സ്വഭാവമൊന്നും നമ്മുടെ 4 പേർക്കും ഇല്ല കേട്ടോ. ഇന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമോ. അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനും ആഗ്രഹമുണ്ട്. അപ്പം നമുക്ക് പർച്ചേസ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വലിയ തുകയിലോട്ട് പോകും. അതുകൊണ്ട് അത്യാവശ്യം മാത്രം സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുറച്ച് ഐറ്റംസ് വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ കണ്ടതാട്ടോ. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോളൂ, കമൻസൊക്കെ അയയ്ക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് പറയണത് സ്കൂൾ ബാഗും ഇതുണ്ട് കേട്ടോ, ചെരുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലൊരു എമൗണ്ട് ആകും. എന്നാലും നമുക്കിത് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു പർച്ചേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ചിലവൊക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാകും. അത്യാവശ്യം സ്കൂൾ തുറക്കണ ചിലവ് മാത്രമല്ല, നമുക്കല്ലാതെയും കുറേ ചിലവുകളൊക്കെ വന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ചുരുക്കി തന്നെയായിട്ടോ പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം സാധനങ്ങൾ മാത്രം. എന്നാൽ പോലും പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ ഒരു 500 കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്ന് പറയണ പോലെ, പണ്ടത്തെ 100 രൂപ കൊണ്ട് പോണ പോലെ ഇപ്പോൾ 500 രൂപ കൊണ്ട് പോകണേ. അപ്പോൾ അതുകൊണ്ട് ഒരു 10,000 എബവ് ആയിട്ടുള്ള പർച്ചേസിനൊന്നും നിന്നില്ല. അതിന് താഴെയായിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കേട്ടോ. എന്നിട്ട് പോലും അതിൻ്റെ അടുത്തെത്തി ഏകദേശം. അതാണ് പ്രശ്നം. നമുക്ക് കടയിലോട്ട് ഇറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. കടയിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഉള്ളതും തീരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ പർച്ചേസിങ്. എന്ത് ഐറ്റംസ് എടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ വീഡിയോസൊക്കെ കാണാം. ബബിൾസിൻ്റെ അതേ ബബിൾസ് പേനയും വേണോ? കറക്റ്റായിട്ട് എടുക്കും. അയ്യോ എന്താ അച്ച് പല ഉണ്ട് കേട്ടോ. സ്റ്റാറൊക്കെ ഉണ്ട്. ഇതേ പിള്ളേര് കുട്ടികളൊക്കെ നന്നായിട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഇട്ട് കൊടുക്കാൻ കൊള്ളാലോ. ടീച്ചർമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതാ. എത്രയാണ്? ഇതേ എന്താ പെൻസിലൊന്നുമില്ല. കുറേ എന്താ ഇത് നോക്കട്ടെ. നല്ല രസമുള്ള കീ ചെയിനുകളൊക്കെ ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള കീ ചെയിൻസ്. കൊള്ളാല കീ ചെയിൻ. എത്ര അറിയാമോ? അത് 110 രൂപയുടെ. അത് വേണ്ട നമുക്ക്. ഇതെത്രയാ? 65 രൂപ. മയിലിൻ്റെ പോലത്തെ. നല്ല രസമുള്ള കീച്ചെയിനുകൾ. നല്ല ഭംഗിയല്ലേ ഈ കീച്ചെയിൻ? എത്രയാ? ചെറിയ ചെറിയ പൗച്ചിട്ടാ. നല്ല രസമുള്ള ചെറിയ പൗച്ചുകള്. ഫ്ലവറും വേസൊക്കെ കൂടി ഗ്രീൻ കളർ. എനിക്ക് അങ്ങനെ ഒത്തിരി പാവ തൻ്റെ ബെഡിൽ നിറഞ്ഞു കിടക്കുക. ഇനിയും കൊണ്ടുപോയി പാവേനെ നിറയ്ക്കണം. അത്ര മതി. അയ്യോടാ, കുഞ്ഞാവയൊക്കെ കഴിഞ്ഞു. അതെന്താ? അത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ടൂൾസുകളായിരിക്കും. നോക്കി എടാ, ടേപ്പല്ലേടാ മോനെ ഇത്? വാവേ
ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഫ്ലവറുകൾ നോക്കി. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞു. 1500 അബവ് ആയിട്ടോ. കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചോളൂ നമ്മൾ. ഇവിടെ പീക്കിരികൾക്ക് നാളെ മുതലേ ക്ലാസ് തുടങ്ങുള്ളൂ. അതുകൊണ്ടാട്ടോ. എന്തോ അത് ബില്ലാണോ? ലോട്ടസ് എന്ന കടയിലാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നത്. സൈഡ് ഏത് ഞാൻ നാല് പിള്ളേരുടെ അമ്മയ്ക്കാകുമ്പോൾ അങ്ങനത്തെ മതിയല്ലോ. ഓക്കെ, ഇഷ്ടമായി. പിന്നെ അടുത്ത് ചെരുപ്പ് സെക്ഷനിലോട്ട് വന്നേക്കാം. അതെ, അവനെന്ത് പറയുന്നത് എന്ത് ഈ വഴി കയറിയതല്ലേ? ഇതാണോ നല്ലത്? ഇതാണോ? ഏതാ ഇഷ്ടമായി? എന്നിട്ട് മറ്റന്നാളത്തെ എല്ലാം എടുക്കേണ്ടത് ഇന്നെടുക്കണം. Comment below. രണ്ടും ഇഷ്ടപ്പെട്ടു. സ്കൂളിൽ പോയിട്ട് വന്ന വഴിയാണ്. മറ്റേത് ഇപ്പൊ വാങ്ങിയതാണ്. ജ്യൂസ് വേണ്ട ജ്യൂസ്. Okay. സ്കൂളിനൊക്കെ പണ്ടമ്മ ഇങ്ങനത്തെ അമ്മയുടെ അച്ഛൻ നല്ല കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറ്. ഞാൻ ഏതെടുക്കാം കൊഞ്ച? ഞാൻ പറഞ്ഞത് കൊണ്ട് അലക്സാണ്ടർ ഞാൻ എടുക്കണോ? ബാഗ് സെലക്ട് ചെയ്യുന്നു. ബാക്കി പെൻസില്, റബ്ബർ, അങ്ങനെ കളർ പെൻസിൽ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ബാഗും വാങ്ങി. നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അപ്പൊ ഇനിയിപ്പോ സാധനങ്ങളൊക്കെ എല്ലാം ഒത്തു നോക്കാൻ പോകുന്നതാണ്. ഇടാൻ നല്ല സുഖല്ലേ? ഇടാൻ സുഖല്ലേ? കട്ടിയോ? ആ, അത് കുഴപ്പമില്ല. അതാരുടെയാ? തന്റെ ബാഗാ? ഇത് ഭാവയുടെ ബാഗ്. കാണട്ടെ, നേരെ വെച്ച്. ഇഷ്ടമായോ? അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡെയിലി വരുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസായിട്ട്. ഇന്നത്തെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാതിരിക്കുക.